Meet the editors. ഗവർണറുടേത് വെല്ലുവിളിയോ എന്നാണ് ചോദ്യം. സ്മൃതി ഇപ്പോഴും ഗവർണർ എന്ന് മാറ്റാൻ തയ്യാറായിട്ടില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഘട്ടം വരെയും. മാത്രവുമല്ല, ഏറെ ഗൗരവമേറിയ വിഷയം, മന്ത്രി പി പ്രസാദിൻ്റെ നൂറനാട്ടിലെ വസതിയുടെ മുന്നിലേക്ക് പോയി ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയല്ലേ? ഇത് വെല്ലുവിളിയാണോ? ഉറപ്പായിട്ടും വെല്ലുവിളിയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുൻ ഗവർണറുടെ വെല്ലുവിളിയുടെ ശൈലിയല്ല രാജേന്ദ്ര അർലേക്കർക്ക്. യഥാർത്ഥ RSS നേതാവ് തന്നെയാണ്. RSSലൂടെ വളർന്നു വന്ന നേതാവാണ്, പിന്നീട് ഗവർണറായ നേതാവാണ്. അപ്പോൾ ഭരണഘടനയാണോ RSSൻ്റെ നയങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് RSSൻ്റെ നയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനം നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഭാരതാംബയുടെ ആവിർഭാവം? അങ്ങനെ ഒരു സങ്കല്പം എപ്പോൾ തുടങ്ങി? അത് ഏത് സാഹിത്യത്തിൽ തുടങ്ങി? ഏത് വർഷം തുടങ്ങി? 1973 കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരത് മാത എന്ന നാടകം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചരിത്രം പറഞ്ഞു. പക്ഷേ ഇത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവമാകുന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഇന്നിപ്പോൾ നടന്ന പ്രതിഷേധം അത് CPI തുടരുന്നുണ്ട്. ആ പ്രതിഷേധം തുടരുമ്പോൾ വേറൊരു നറേറ്റീവ് വരികയാണ്. ഭാരതാംബയ്ക്ക് വിരുദ്ധരായി നിൽക്കുന്നു, അതായത് രാജ്യവിരുദ്ധരായി നിൽക്കുന്നു. അപ്പോൾ ഭാരതാംബ എന്ന ചിത്രത്തെയല്ല യഥാർത്ഥത്തിൽ എതിർക്കുന്നത്, ഭാരതാംബയുടെ കയ്യിലുള്ള കൊടിയാണ്. ആ കൊടി എന്നത് ഭഗവധ്വജമാണ്. അത് മാത്രമല്ല, അതിന് പിന്നിൽ വെച്ചിരിക്കുന്ന ഭൂപടം എന്നുള്ളത് ഇന്ത്യയുടെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഭൂപടമല്ല. ആ ഭൂപടത്തിൻ്റെ രൂപം തന്നെ നോക്കിയാൽ അറിയാം, കുറച്ചുകൂടി വികസിച്ച് വേറെ ഷേപ്പിലാണ് ഭൂപടം നിൽക്കുന്നത്. ആ ഭൂപടത്തിൽ നേരത്തെയുള്ള പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ, ഇപ്പോൾ ബംഗ്ലാദേശ് ആയിരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ചേർന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭൂപടം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ കൊണ്ടുവയ്ക്കുക, അത് ഞങ്ങൾ തുടരും എന്ന് പറയുന്നതിൽ ഒരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. മാത്രമല്ല, ഇത് നോക്കൂ, അതിപ്പോൾ ആ ചിത്രം എപ്പോൾ വന്നു എന്നുള്ളതാണ്. ഗുരുമൂർത്തി എന്ന RSS സൈദ്ധാന്തികൻ അവിടെ എത്തുന്നു 2 ആഴ്ച മുമ്പ്. അദ്ദേഹം വന്ന ദിവസമാണ് ഈ ചിത്രം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൽ പൂജിക്കണം, വിളക്ക് വയ്ക്കണം എന്നൊക്കെയാണല്ലോ ആവശ്യപ്പെടുന്നത്. ആ ചിത്രം അവിടെ അന്നു മുതൽ തുടരുകയാണ്. ആ ചിത്രം അവിടെ നിൽക്കുന്നു. ഗുരുമൂർത്തി അവിടെ നടത്തിയ പ്രസംഗം, ഇതെല്ലാം പ്രധാനമാണ്. അദ്ദേഹം അവിടെ RSSുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പറയുന്നു, മുൻ പ്രധാനമന്ത്രിമാരെ അവമതിച്ചുകൊണ്ട് സംസാരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ആരാണ് ഗുരുമൂർത്തി എന്ന ചോദ്യം കൂടിയുണ്ട്. അദ്ദേഹം ഒരു RSS സൈദ്ധാന്തികൻ എന്ന് പറയുമ്പോൾ 2002 ഗുജറാത്ത് വംശഹത്യാ കേസിൽ പ്രതികളായവർക്ക് കോടതി രേഖകൾ ചോർത്തിക്കൊടുത്തു എന്ന ആരോപണ വിധേയനായ ഒരാൾ കൂടിയാണ്. ആരോപണ വിധേയൻ, അത് പിന്നീട് കോടതിയിൽ അങ്ങനെ തെളിയിക്കപ്പെടാൻ സാധിച്ചില്ല. കാരണം ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞത് അതങ്ങനെയല്ല, എൻ്റെ കമ്പ്യൂട്ടർ ചോർത്തുകയായിരുന്നു എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റുകയും അത് കോടതിയിൽ ആ രൂപത്തിൽ പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പ്രഭാഷണത്തിനെത്തിയതാണ് ഗുരുമൂർത്തി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആ പ്രഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നു, അദ്ദേഹം പോകുന്നു, ആ ചിത്രം അവിടെ തന്നെ തുടരുന്നു. അപ്പോൾ ഇപ്പോൾ ഗവർണറുടെ ഓഫീസ് പറയുന്നത് ആ ചിത്രം ആ ഹാളിലുണ്ടാകും, രാജ്ഭവൻ്റെ ഹാളിലുണ്ടാകും. അപ്പോൾ ഈ ഭഗവധ്വജം ഏന്തിയ ഭാരതമാതാവിൻ്റെ ചിത്രം അവിടെ നിൽക്കും. അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവിടെ എന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചിത്രം ഉണ്ടാകുമെന്നുള്ളതാണ്. അത് അവിടെ നിന്ന് മാറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഗവർണറുമായി ബന്ധപ്പെട്ട് ആ ഗവർണറുടെ രാജ്ഭവനിൽ പോയിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ആവുന്ന രൂപത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം ഇത് പി പ്രസാദിൻ്റെ ആ സമയത്തെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പരിപാടിയിൽ പോയി കഴിഞ്ഞ ശേഷം അങ്ങനെ പൂവിടാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതിന് പുറകിൽ നിൽക്കുന്ന ചിത്രം അതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. അതാദ്യം തന്നെ സംശയം തോന്നുകയും ആ ചിത്രം അയച്ചു തരാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രം അയച്ചു തരുന്നു. ആ ചിത്രം അയച്ചു തരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ പതാക വയ്ക്കൂ എന്ന് പറയുന്നു, പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ തീരുമാനമാണത്, ഞങ്ങളിത് നടപ്പാക്കുമെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അത് പതുക്കെയാണ് നടപ്പാക്കുക. ഈ അർലേക്കറുടെ ശൈലിയുടെ വ്യത്യാസം നോക്കൂ. ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി നേരിട്ട് പോരൊന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയൊന്നും അദ്ദേഹം സൃഷ്ടിക്കുന്നില്ല. അതങ്ങനെ തുടരുന്നു. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ, നിർമ്മലാ സീതാരാമനുമായുള്ള ചർച്ചയിൽ പതിവ് വിട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഗവർണർ എത്തുന്നുണ്ട്. ആ നിലയ്ക്ക് സർക്കാരിന് സഹായമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ നേരിട്ട് വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുക, ഇതൊന്നും ആർലേക്കറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു പരസ്യ പ്രതികരണവും ഉണ്ടാകില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ രാജ്ഭവൻ വഴി നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ RSSൻ്റെ ആഗ്രഹം ഇത് ഒരു പ്രതിഷേധമായി പുറത്ത് വളരട്ടെ എന്ന് തന്നെയാണ്. അത് പ്രതിഷേധമായി, പ്രതികരണമായി പുറത്തേക്ക് വളരുമ്പോൾ അതിനെതിരെയുള്ള ഈ പറയുന്ന ഇവരുടെ ആശയങ്ങളും ആ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന്മേലൊരു ചർച്ച നടക്കും, അതിൽ 2 ഭാഗമുണ്ടാകും. ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇപ്പോൾ തന്നെ ഒരു നെറേറ്റീവ്, ഭാരതാംബയെ അപമാനിക്കുന്നു എന്നുള്ള നെറേറ്റീവാണ് ശക്തമായി ഉയർത്തുന്നത്.
നിങ്ങൾക്ക് ഭാരതാംബയില്ലായിരിക്കും, നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ലായിരിക്കും, ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമല്ല. മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അവിഭക്ത ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിൽ കശ്മീരില്ല. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്ന എപ്പോഴാണ്? 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കശ്മീരിലെ നാട്ടുരാജ്യമായിരുന്ന കശ്മീരിലെ രാജാവ് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളിൽ ബുദ്ധിമുട്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ കശ്മീരില്ലാത്ത ഇന്ത്യയുടെ മാപ്പ് ഇവിടെ അത്തരം മാപ്പ് കൊണ്ടുവന്ന ആളുകൾ, അത്തരം മാപ്പുമായി എത്തിയ ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ, അതിൻ്റെ ഗൗരവം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ ആ ഗൗരവം ഈ വിഷയത്തിനില്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. നിങ്ങളുടെ സങ്കല്പം നിങ്ങളുടെ പാർട്ടി ആസ്ഥാനത്താകാം. RSSൻ്റെ സങ്കല്പം RSSൻ്റെ ആസ്ഥാനത്ത് വെക്കട്ടെ, RSS കാര്യാലയത്തിൽ വെക്കട്ടെ. എന്തിന് രാജ്ഭവനിൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന് കഴിയുമെന്നുള്ളതാണ്. സത്യമാണ്, കഴിയുമെന്നുള്ളത് ശരിയാണ്. കാരണം ഈ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് RSSൻ്റെ നയങ്ങൾ നടപ്പാക്കാനുള്ള ഒരു രീതിയിലേക്ക് രാജ്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ ഒരു ക്ഷേത്ര ഉദ്ഘാടനം, അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ മുഖ്യ പൂജാരിയായി പങ്കെടുത്തത്. ഇതുവരെ രാജ്യം കാണാത്തൊരു രീതിയാണ്, മതേതര ഇന്ത്യയിൽ കാണാത്തൊരു ശൈലിയാണ്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം എങ്ങനെയാണ് നടത്തുന്നത്? ഒരു മതത്തിൻ്റെ ആചാരപ്രകാരം പൂജകൾ നടത്തിയിട്ടല്ലേ നടത്തിയത്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതും ഞങ്ങൾ നടത്തുമെന്നുള്ളത് തന്നെയാണ് ആ വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതിനോട് എങ്ങനെ പ്രതിഷേധിക്കും, അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതമാതാവ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് ഏത് ഭാരതാംബ എന്ന MV ഗോവിന്ദൻ ചോദിച്ചത്. പക്ഷേ CPIയുടെ ഇന്നത്തെ പ്രതിഷേധത്തിൽ ഭാരത് മാതാ കി ജയ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷനുണ്ട്. കാരണം ഒരു തരത്തിൽ അതിൻ്റെ കൂടെ അറിയാതെ സഞ്ചരിക്കുകയും ഏതെങ്കിലും ഒരു വസ്തു വെച്ച് ഇത് അപകടമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ആ രൂപത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വളരെ സ്വാഭാവികതയായി അവതരിപ്പിക്കപ്പെടും. അതിങ്ങനെ രാജ്ഭവനിലെത്തും. ഇതിപ്പോൾ പറയുന്നത് വടക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ BJP പ്രതിനിധി അതാണ് പറയുന്നത്. UP പോകൂ, അവിടെയുണ്ടല്ലോ, ഉണ്ടാകും. ഇവർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുണ്ട്. ഗവർണർമാരെ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കുന്നത് നമ്മൾക്കറിയാം. ആർലെക്കറുടെ മറ്റൊരു ശൈലിയാണ്, നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന ശൈലിയല്ല, മുമ്പ് നമ്മൾ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശൈലിയുമല്ല. ഈ ശൈലിയാണ് ഏറ്റവും അപകടകരം. അത് കൃത്യമായി നടപ്പാക്കുമ്പോൾ ഇനി എങ്ങനെ പ്രതിരോധിക്കും? പുറത്ത് പ്രതിഷേധിക്കാതെ ഈ പറയുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഭരണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുക എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു. ബുദ്ധിമുട്ടിക്കുക എന്ന് തന്നെയാണ് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾക്ക് മൗനാനുവാദം തന്നില്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുമെന്നുള്ളത് തന്നെയാണ്. ഗവർണറുടെ വെല്ലുവിളി യാദൃച്ഛികമല്ല എന്നാണ് എൻ്റെ പക്ഷം. അത് ഒരു ഫാസിസ്റ്റ് രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ നേർക്കുനേർ നിന്നുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഗവർണറായിരുന്നുവെങ്കിൽ, രാജേന്ദ്ര ആർലേക്കർ ഗൂഢമായ നീക്കത്തിലൂടെയാണ് ആ ഫാസിസ്റ്റ് ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണോ ഒരു സമൂഹം പൊരുതി നിൽക്കുന്നത് ആ പൊരുതലിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണറോട് ചില ചോദ്യങ്ങളുണ്ട്. അതിലാദ്യത്തെ ചോദ്യം, അങ്ങയുടെ ഈ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്നത് ഏതു നിയമപ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റിലെയോ ഏതെങ്കിലും നിയമസഭയിലെയോ പാസ്സാക്കിയ ഏതെങ്കിലും ദേശീയമോ സംസ്ഥാനത്തെയോ ചിഹ്നത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അങ്ങേക്ക് അങ്ങയുടെ സ്വകാര്യ വസതിയിൽ അല്ലെങ്കിൽ അങ്ങയുടെ ഔദ്യോഗിക വസതിയിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കാനും സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കാനും ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രം വയ്ക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതിനെ ഒന്നും നമ്മൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ അതിൻ്റെ മുന്നിൽ പോയി പൂജ നടത്തി ഒരു സർക്കാർ പരിപാടി തുടങ്ങണമെന്ന് പറയുമ്പോൾ മതേതര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്നുള്ളതാണ് ഇന്നലെ ഇടതു സർക്കാർ കാണിച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൊന്ന് 1950 ദ എംബ്ലംസ് ആൻഡ് നെയിംസ്, ദ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് എന്ന് പറയും. അതിൽ 28ഓളം ഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ വിവിധ എംബ്ലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരു കാരണവശാലും തെറ്റായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഈ എംബ്ലംസിൻ്റെ ഏത് എംബ്ലത്തിലാണ്, ഏത് സെക്ഷനിലാണ്, എത്രാമത്തെയാണ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വരുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അതിൽ പറയുന്ന പതാക ഏത് എംബ്ലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്തത് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് പ്രകാരം നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും ഏതെങ്കിലും തരത്തിൽ വികൃതമാക്കുകയോ മോശമാക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ശിക്ഷയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപ്രകാരം 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൽ
ഭാരതാംബ എന്ന് പറയുന്ന ആശയം അടങ്ങിയിട്ടുണ്ടോ? ഈ മാപ്പ് അതിൽ കാണാൻ സാധിക്കുമോ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. വെല്ലുവിളിയായി മാറുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രേക്ഷകരോട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഫാസിസ്റ്റ് പ്രവണത എങ്ങനെയാണ് കടന്നു വരുന്നത്? ഐതിഹ്യങ്ങളെ ചരിത്രവൽക്കരിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ഒരു ഫാസിസ്റ്റ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കും, ഫാസിസ്റ്റ് ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഭാരതാംബ എന്ന് പറയുന്നത് ലീഗലായോ കോൺസ്റ്റിറ്റ്യൂഷണലോ ആയ ഒരു സംജ്ഞയേ അല്ല. അത് നിയമപരമായോ ഭരണഘടനാപരമായോ ആയ ഒരാശയമേ അല്ല. എന്നാൽ അത് സാംസ്കാരികമായ ഒരാശയമാണ് എന്ന് ഞാൻ സമ്മതിക്കും. കാരണം അത് നാടകത്തിൻ്റെ ഭാഗമായിരുന്നു, അത് കവിതയുടെ ഭാഗമായിരുന്നു. ഒന്നും ചെറുതല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വിളിച്ചു വന്ന അസിമുല്ല ഖാൻ എന്ന് പറയുന്ന 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികൾക്ക് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി പിന്നീട് സംഘപരിവാറുകാർ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാരത് മാതാ കീ ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് സാംസ്കാരികമായിട്ടുള്ളൊരു അടയാളമാണ് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണ് സാംസ്കാരികമായ അടയാളമാവുന്നത്? നേരത്തെ ചരിത്രം ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. 1873 കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകം, ആ നാടകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഓർമ്മിക്കണം, 1873 ഈ നാടകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ അന്ന് പ്രകീർത്തിക്കാനും അഥവാ ആ സാഹചര്യത്തെ കുറച്ചുകൂടി ഓർമ്മിപ്പിക്കാനും ബംഗാൾ ഫാമിനടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കാനും ബ്രിട്ടീഷ് ഇന്ത്യയെ വെല്ലുവിളിക്കാനുമായി അന്നത്തെ നാടകത്തിൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ്. പിന്നീട് 1882 ഓർമ്മിക്കണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി സന്യാസി റബലിയൻ്റെ സന്യാസി കലാപത്തിൻ്റെ പശ്ചാത്തലം എഴുതിയിരിക്കുന്ന ആനന്ദമഠ് എന്ന നോവലിലാണ് പിന്നീട് ഭാരതാംബയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. നമ്മൾ വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്നത് പോലെ. എന്നാൽ നോക്കൂ, 1905 അഭിനീന്ദ്ര ടാഗോർ ഇത് ഒരു ചിത്രമായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതൊരു നാടകമായി വരുന്നു. രണ്ടാമത് അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാടകമായും പിന്നീട് അതിൽ വന്ദേ മാതരത്തിൻ്റെ കവിതയുടെ ഭാഗമായിട്ടും വരുന്നു. പിന്നീട് 1905 അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ചിത്രമായി വരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സാംസ്കാരികമായ അടയാളമാണ് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ചിത്രമായിട്ട് വരുന്ന അഭിനീന്ദ്രനാഥ ടാഗോറിൽ കാണുന്ന ഭാരതാംബ അല്ലെങ്കിൽ കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകത്തിൽ കാണുന്ന ഭാരതാംബയ്ക്ക് നിലവിൽ ഈ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബയുമായി ഒരു സാമ്യവുമില്ല എന്നുള്ളതാണ്. ഒന്ന്, അതിൽ ഈ പറയുന്ന ശൗര്യമോ ഏതെങ്കിലും തരത്തിലുള്ള വീര്യമോ ഒന്നും തന്നെ പ്രകീർത്തിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ധ്വജമൊന്നും പ്രകടമേ അല്ല എന്നുള്ളതാണ്. അതിൽ ഒരിടത്ത് പോലും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നോക്കൂ, അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രത്തിൽ പറയുന്ന ഭാരതാംബയിലോ ഭാരതത്തിൻ്റെ ദീക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ദീക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? രുദ്രാക്ഷമാണ്. ശൈവ പാരമ്പര്യത്തെയാണ് അത് ഉയർത്തിക്കാട്ടുന്നത്. രണ്ടാമത്തത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് വെളുത്ത തുണിയാണ്. ഈ കാവിക്കൊടിയല്ല. വെളുത്ത തുണി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വസ്ത്രത്തെക്കുറിച്ചാണ്. കറ്റ എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? അന്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇനി കറ്റയുണ്ട്, തുണിയുണ്ട്, രുദ്രാക്ഷമുണ്ട്, ഇനിയാണ് താളിയോല. അതായത് സംഘപരിവാറിലെ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരാശയമാണ് ഈ താളിയോല എന്ന് പറയുന്നത്. എന്താണ് താളിയോല? ശിക്ഷയാണ് അഥവാ അറിവാണ്. അപ്പോൾ ശിക്ഷയും ദീക്ഷയും വസ്ത്രവും അന്നവും അടങ്ങുന്നതാണ് ഈ ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന വന്ദേ ഭാരത് മാതയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത്. ഇതൊക്കെ സാംസ്കാരികമായ അടയാളങ്ങളായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ മിന്നിത്തെളിഞ്ഞ് കടന്നു പോകുന്നുണ്ട്. ഇതൊന്നും ഏതെങ്കിലും തരത്തിൽ നിയമപരമായോ ഭരണഘടനാപരമായോ നമ്മൾ അംഗീകരിച്ച ആശയമേ അല്ല എന്നുള്ളതാണ്. ഇത് അവിടെ കൊണ്ടും തീരുന്നില്ല. സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയുണ്ട്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയിൽ വന്ദേ മാതരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സാഹചര്യത്തിൽ നോക്കൂ, അത് വിജയ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ തന്നെ 4 കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മ എന്ന അർത്ഥത്തിൽ ഭാരതാംബയെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന RSSൻ്റെ ഭാരതാംബയുമായി ഒരു സാമ്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യത്യസ്ത ഭാഷകളെയും വൈവിധ്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരാശയം എന്ന നിലയിൽ അങ്ങനെ സാംസ്കാരിക അടയാളമായിരുന്ന ഒന്നിനെ നിയമപരമായ ഭരണഘടനാപരമായ ആശയമാക്കി മാറ്റുന്നതിന് പിന്നിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫാസിസ്റ്റ് രീതിയാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താ? അതിലെ ധ്വജം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യവും ഗവർണറോട്. അങ്ങ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1971 ഈ ആക്ടിൻ്റെ കൃത്യമായ ലംഘനമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 നഗ്നമായ ലംഘനമാണ്. എന്താണ് ലംഘനം? നിങ്ങൾ ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉയർത്തുകയോ നിങ്ങൾ പൂജിക്കുകയോ നിങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുകയോ ചെയ്യുന്ന പതാകയ്ക്ക് ഒറ്റ പതാകയെ പാടുള്ളൂ.
അതായത് ഗവർണർ എന്ന് പറയുന്ന രാജ്ഭവൻ്റെ പിന്നിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ കിടപ്പ് മുറിയിൽ മറ്റേത് ചിത്രങ്ങളും ചിഹ്നങ്ങളും വെച്ച് അലങ്കരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഇന്ത്യ എന്ന രാജ്യം അംഗീകരിച്ചിരിക്കുന്ന പതാക അത് നമ്മളുടെ ത്രിവർണ്ണ പതാകയാണ്. പ്രസിഡന്റിന് മറ്റൊരു ഫ്ലാഗ് ഉണ്ട്, പ്രസിഡൻഷ്യൽ ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ആ പ്രസിഡൻഷ്യൽ ഫ്ലാഗ് മാറ്റിയിട്ട് നാളെ ഈ ഭഗവദ്ധ്വജം കൊണ്ട് അവിടെ കെട്ടാൻ കഴിയില്ല. ആ പ്രസിഡൻഷ്യൽ ഫ്ലാഗിൽ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളും സിമ്പിളുകളും അതിൻ്റെ ഭാഗമായിട്ട് വേണം. നമ്മുടെ സാരനാഥിൽ നിന്നെടുത്തിരിക്കുന്ന അശോക സ്തംഭത്തിൻ്റെ മാതൃകയിലാണ് നമ്മുടെ നാഷണൽ എംബ്ലം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ദിനനാഥ് ഭാർഗവ എന്ന് പറയുന്ന ഒരു പെയിന്റർ മനോഹരമായി അത് കോപ്പി ചെയ്ത് ഈ സത്യമേവ ചെയ്ത എന്ന മുണ്ടകോപനിഷത്തിൻ്റെ ഭാഗം കൂടി എഴുതി ചേർത്താണ് എംബ്ലമാക്കി മാറ്റിയിരിക്കുന്നത്. ഈ എംബ്ലത്തെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റു ചിഹ്നങ്ങൾ വയ്ക്കുക സാധ്യമല്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൻ്റെ നഗ്നമായ ലംഘനമാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ദ എംബ്ലംസ് ആൻഡ് നെയിംസിൻ്റെ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ ആക്ട് 1950 കൃത്യമായിട്ടുള്ള ലംഘനമാണ്. അതെങ്ങനെ ലംഘനമാകുന്നത്? നാഷണൽ ഫ്ലാഗ് എന്നുള്ളതിനെ മാറ്റി അവിടെ ഭഗവദ്ധ്വജം പ്ലേസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. നോക്കൂ, അതിലെ മാപ്പ് നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ, നേരത്തെ സ്മൃതി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ആ മാപ്പ് ഒന്നുകൂടി നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കൂ. കാശ്മീരില്ലാത്ത ഒരു മാപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ആ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്. നോക്കൂ, അത് രാജ്യദ്രോഹമല്ലേ? ഏതെങ്കിലും തരത്തിൽ മാപ്പിനെങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും മാധ്യമത്തിലോ എന്തിനേറെ ഒരു കുട്ടി വരച്ചു വെച്ചാൽ പോലും ആ കുട്ടിയോട് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കും, കാശ്മീർ ഇല്ലാത്ത ഭാരതം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ആശയമാണ്. കാര്യം കാശ്മീർ എന്നുള്ളത് പാകിസ്ഥാൻ്റെ ആശയം, പാകിസ്ഥാൻ്റേതാണെന്ന് പാകിസ്ഥാൻ പറയുന്ന ഒരു പ്രദേശത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഗവർണർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, പ്രിയപ്പെട്ട ഗവർണർ, അങ്ങയുടെ ഈ ഭൂപടത്തിൽ കാണുന്ന കാശ്മീർ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അത് പാകിസ്ഥാൻ്റെ ആശയത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്? ഇനി ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അവിടെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്ത ചില തീവ്രവാദ ക്യാമ്പുകളുണ്ട്. അത് ഭവൽപൂരിലെ തീവ്രവാദ ക്യാമ്പ് തകർത്തിട്ടുണ്ട്, കോട്ട്ലിയിലെ തീവ്രവാദ ക്യാമ്പ് തകർത്തിട്ടുണ്ട്, മുരിഡ്കയിലെ തീവ്രവാദ ക്യാമ്പ് തകർത്തിട്ടുണ്ട്, മുസാഫറാബാദിലെയുണ്ട്. ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇതൊക്കെ കാണാം. ഈ പറയുന്ന മാപ്പിൻ്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യ തന്നെ തീവ്രവാദ വെല്ലുവിളിയുള്ള കേന്ദ്രങ്ങളാക്കിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻഡസിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള പ്രദേശങ്ങളെയാണ്. ഇതിലെന്താ അബദ്ധം എന്നറിയാമോ? ഈ മാപ്പ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അതിലെ കൗതുകരമായ കാര്യം മനസ്സിലാവുക. മാപ്പ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ആശയമേ RSSകാർക്ക് അങ്ങനെ ആശയമേ ഉണ്ടായിരുന്നില്ല, സംഘപരിവാറുകാർക്ക് അങ്ങനെ ആശയമേ ഉണ്ടായിരുന്നില്ല. 1920കളിലാണല്ലോ ഈ അഖണ്ഡ ഭാരതം എന്നൊരാശയത്തിന് രാഷ്ട്രീയമായൊരു സ്വരൂപം ഉണ്ടാവുന്നത്. അത് കൊണ്ടുവരുന്നതാവട്ടെ VD സവർക്കറാണ്. ആ 1920 കൊണ്ടുവരുമ്പോൾ ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ആശയത്തെ എങ്ങനെയാണോ മുസ്ലിം സാമ്രാജ്യം മക്കയിൽ എന്നതുവണ്ണം ഈ ഇന്ത്യയിലേക്ക് ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഒരു മാപ്പ് ഉണ്ടാക്കി. ആ മാപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മാപ്പ് കിട്ടിയില്ല. മാപ്പ് കിട്ടാതെ വന്നൊരു മാപ്പ് എടുത്തു മാറ്റി. ഏത് മാപ്പാണെന്നറിയാമോ? മറാത്ത സാമ്രാജ്യവും പിന്നെ കുറച്ച് തെക്കേ ഇന്ത്യയും കൂടെ ചേർത്ത് ഒരുമിച്ചൊരു മാപ്പ് ഉണ്ടാക്കി വെച്ചു. ഇന്ന് വെച്ചിരിക്കുന്നതിൽ പലതും ഈ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട പ്രദേശമാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാൻ്റെ പ്രദേശമുണ്ട്. പാകിസ്ഥാൻ്റെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തിട്ട് ഭാരതാംബ എന്ന് വിളിക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാനുണ്ട്. ഇത് ദേശാഭിമാനമാണോ ദേശദ്രോഹമാണോ എന്നുള്ളതാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ ലംഘനം എന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതാംബയുടെ പ്രധാനപ്പെട്ട 8-9 ഇടങ്ങളിൽ ഇന്ത്യ തന്നെ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് അതിനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഭാരതാംബയല്ലേ? ഈ പറയുന്ന കോട്ട്ലിയിലും ഈ പറയുന്ന മുസാഫറാബാദും ഒക്കെ പാകിസ്ഥാൻ്റെ ഈ ഭാരതാംബയുടെ ഭാഗമാണോ? ആ അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മാപ്പിനെ പോലും കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാതിരിക്കുകയും സാംസ്കാരികമായ അടയാളങ്ങളെ നിയമപരമായ അടയാളങ്ങളാക്കി മാറ്റുകയോ അതിനെ രാഷ്ട്രീയമായ അടയാളങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലോട്ടാണ് അവിടെയുള്ളത്. പക്ഷേ അത് കേരളം പോലൊരു സ്ഥലത്ത് അത് നടക്കില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിരന്തരം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് വെല്ലുവിളിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം സർക്കാർ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ആ ഭാരതാംബയുടെ വിത്തിൻ ഇൻവേർട്ടഡ് കോമ പൂജിക്കാനും പോകുന്നില്ല, ഏതെങ്കിലും തരത്തിൽ പോയി നിലവിളക്ക് കൊളുത്താനും പോകുന്നില്ല. ഇനി അങ്ങനെ നിലവിളക്ക് കൊളുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ അശോക സ്തംഭത്തിൻ്റെ മുന്നിൽ സത്യമേവ ജയതയുടെ മുന്നിൽ ത്രിവർണ്ണ പതാക ഉയർത്തി ഭാരതാംബ അല്ലെങ്കിൽ ഭാരത് മാതാ കീ ജയ് വിളിക്കാൻ ചില ആളുകൾക്ക് അത് വിളിക്കാതിരിക്കാം. കാരണം അതൊക്കെ സ്വാഭാവികമാണ്. ഭാരതാംബയുടെ ഒരു ടെമ്പിൾ തന്നെയുണ്ട്. ഭാരതാംബയുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ വാരണാസിയിൽ മഹാത്മാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള വിഗ്രഹം എന്താണെന്നറിയാമോ? മാർബിളിൽ കൊത്തിയിരിക്കുന്ന
അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു വലിയ രൂപമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തിൻ്റെ ചിഹ്നമേ അവിടെ ഇല്ല എന്നുള്ളതാണ്. അത് സാംസ്കാരികമായിട്ടുള്ള അടയാളങ്ങളാണ്. അതിനെ നിയമപരമായോ രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അടയാളമാക്കി മാറ്റുന്നത് ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ്. ആ ഫാസിസ്റ്റ് പ്രവണതയെ എതിർക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു ജനാധിപത്യവാദിയുടെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഗവർണറുടെ വെല്ലുവിളി ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണറുടെ വെല്ലുവിളിയായിട്ടിരിക്കും. മിഠായിത്തെരുവിലൂടെ ഒരാൾ ഇറങ്ങി നടന്നു, മറ്റൊരാൾ ഈ പറയുന്ന പരമാബദ്ധം കാണിച്ചുകൊണ്ട്, ഇന്ത്യയുടെ മാപ്പിനെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ അപമാനിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ദേശീയതയിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ പരിഭ്രാന്തിയായി ഒരു ഫ്രസ്ട്രേഷൻ എന്ന നിലയിലാണത് കാണുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. RSSന്റെ ആസ്ഥാനത്ത് ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് 52 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. 2002 52 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. ത്രിവർണ്ണ പതാകയോടുള്ള ഇവരുടെ ബുദ്ധിമുട്ടും നീരസവും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അധികം ദൂരം പോകേണ്ട കാര്യം. CPM ആസ്ഥാനത്ത് ഉയർത്തിയ വർഷം നോക്കൂ, BJPയുടെ ദേശീയവാദിയുടെ RSSന്റെ മുഖപത്രത്തിൽ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഭരണഘടനയിൽ എന്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് സുജയ? ഭാരതീയമായ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ പതാക ആദ്യം അവിടെ ഭഗവത് നവംബർ 29 ശേഷം നവംബർ 30 ഓർഗനൈസറിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ അല്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ദേശീയതയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. സുജയ, ഗവർണറുടെ വെല്ലുവിളിയൊന്നുമല്ല. ഗവർണർ അന്നത്തെ ആ പരിപാടിക്ക് ശേഷം പിന്നീട് പരസ്യമായുള്ള പ്രതികരണങ്ങളിലേക്ക് ഒന്നും പോകുന്നത് നമ്മൾ കണ്ടില്ല. ഒരു സ്വകാര്യ പരിപാടിയിലെ അദ്ദേഹത്തിന്റെ ഒരു സൗണ്ട് ബൈറ്റ് ആണ് നമ്മൾ കാണുന്നത്. അന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. അതിനുശേഷം ഗവർണർ സർക്കാരുമായി സഹകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയോ ഈ മന്ത്രിമാർക്കെതിരെയോ തുടർ പ്രതികരണങ്ങൾ നടത്തുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒരാളല്ലെന്നേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അങ്ങനെ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുകയും വേണ്ട. അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഇന്നിപ്പോൾ നിയമമന്ത്രി P. രാജീവൊക്കെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി അത് പറയുന്നുണ്ട്. സർക്കാരും ഗവർണറും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകരുതെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുന്നത് BJPയുടെ ആരുമല്ല, ചോദിക്കുന്നത് നമ്മുടെ നിയമ വ്യവസായ മന്ത്രിയായിട്ടുള്ള P. രാജീവാണ്. അപ്പോൾ ഗവർണർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, സർക്കാരുമായി ചേർന്ന് പോകാത്ത ഒരാളാണ്, സർക്കാരിന്റെ നയങ്ങളെയെല്ലാം തുരുതുരാ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുടെ അതേ ശൈലി പിന്തുടരുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു സമീപനമായിരിക്കില്ലെന്നേ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും എടുക്കുക. ഇവിടെ CPIയുടെ മാത്രം പ്രതിഷേധമായി ഇത് ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് ഇപ്പോൾ ഒരു ദിവസം പിന്നിടുമ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 5-ാം തീയതിയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. 4-ാം തീയതി രാത്രിയും 5-ാം തീയതിയുമായി 6-ാം തീയതിയായി, ഇന്ന് 7-ാം തീയതിയായി. ഇന്നാകുമ്പോഴേക്കും CPIയുടെ പ്രതിഷേധമായി അത് മാറുകയാണ്. ഇവിടെ ഭാരതാംബയുടെ ആ ചിത്രം അത് രാജ്ഭവനിൽ തന്നെ ഉണ്ടാകും എന്ന് ഗവർണർ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. ആ ചിത്രം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതായിട്ടാണ് രാജ്ഭവനിൽ തന്നെയുള്ള അദ്ദേഹത്തിനൊപ്പമുള്ള വ്യക്തികളെല്ലാവരും പറയുന്നത്. ഇവിടെ ഭഗവദ്ധ്വജം മാറ്റി ത്രിവർണ്ണ പതാകയുള്ള ഭാരതാംബയുടെ ചിത്രമായിരുന്നു എങ്കിൽ ഈ പരിപാടിയിൽ കൃഷിമന്ത്രി പങ്കെടുക്കുമായിരുന്നു? ഇല്ല എന്നാണ് ഉത്തരം. കൃഷിമന്ത്രി P. പ്രസാദ് പങ്കെടുക്കാത്തത് ആ ഭഗവദ്ധ്വജം പിടിച്ച ഭാരത് മാത ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല. അദ്ദേഹം പങ്കെടുക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഭാരതാംബയുടെ ചിത്രം, ആ ഒരു ചിത്രത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് തീരുമാനമാണ്. അതിന് വലിയ രീതിയിൽ കയ്യടി കിട്ടുന്നുമുണ്ട്. ഞാൻ പറയാം മാഡം, ഞാൻ കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവിടെ നടന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ്, കൊടുത്തുവിട്ട കത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടത് കൃഷിമന്ത്രി P. പ്രസാദാണ്. അദ്ദേഹത്തിനും പറയാം ഈ രീതിയിലാണോ അദ്ദേഹം കൊടുത്തുവിട്ട കത്തിലുണ്ടായിരുന്ന കണ്ടന്റ് എന്നുള്ളത്. ഇവിടെ ത്രിവർണ്ണ പതാക ഉള്ള ചിത്രം വെക്കാൻ ഗവർണർ തയ്യാറായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കത്തിൽ പറഞ്ഞത്, അതായത് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് രാവിലെ 5-ാം തീയതി രാവിലെ കൊടുത്തുവിട്ട കത്ത്, അതിൻ്റെ ഒരു ഓർഡർ ഓഫ് ഇവൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. അത് കൃത്യമായി ഈ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ വെച്ച് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി P. പ്രസാദ് ഗവർണർക്ക് കത്ത് കൊടുക്കുന്നത് മെയ് മാസം 26-ാം തീയതിയാണ്. അതിനുശേഷം ബുധനാഴ്ച വൈകിട്ട്, അതായത് ജൂൺ മാസം 4-ാം തീയതിയാണ് ഇതിന്മേലുള്ള അടുത്ത ആക്ഷൻ നടക്കുന്നത്. അന്ന് വൈകിട്ട് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലെ ഈ വേദിയിലേക്ക് എത്തുകയാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും. അവരവിടെ എത്തിയതിനു ശേഷം അവരാണ്, ഗവർണറോ അല്ലെങ്കിൽ ഗവർണറുടെ സ്റ്റാഫോ അല്ല ചിത്രം എടുത്ത് P. പ്രസാദിന് അയച്ചു കൊടുക്കുന്നത്. അവിടെ എത്തിയ ഈ സ്റ്റാഫാണ് ഇങ്ങനെ ഒരു ചിത്രമുണ്ട്, ഇവിടെ വിളക്ക് കൊളുത്തുന്ന ചടങ്ങുണ്ട് എന്നത് മന്ത്രിയെ അറിയിക്കുന്നത്, ആ ചിത്രം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ ദില്ലിയിലായിരുന്നു മുഖ്യമന്ത്രി
ഇക്കാര്യം അറിയിക്കുകയാണ്. അതിനു മുൻപ് തന്നെ CPI നേതാക്കളുമായി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുമായി മന്ത്രി P രാജൻ അടക്കമുള്ള മറ്റു മന്ത്രിമാരായിട്ടൊക്കെ ബിനോയ് വിശ്വം കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള സംഭാഷണം നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ സംഭാഷണത്തിൽ അവരെടുത്ത തീരുമാനം ഈ പരിപാടിക്ക് പോകേണ്ടതില്ല എന്നതാണ്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. മുഖ്യമന്ത്രിയെ അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല, നിങ്ങളുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ പോകേണ്ടതില്ല. കാരണം ഇത് കൃഷി വകുപ്പിന്റെ പരിപാടിയാണ്. കൃഷി മന്ത്രി പറയുന്നു ഇങ്ങനെയൊരു ചിത്രമുണ്ട്, ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ഒരു കാര്യം ഈ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അത് ശരിയായ രീതിയല്ല എന്ന P പ്രസാദിന്റെ ആ തീരുമാനത്തിന് മുഖ്യമന്ത്രി അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടിട്ടില്ല എന്ന വാദം നിലനിൽക്കില്ല. മുഖ്യമന്ത്രി നിങ്ങളുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ പോകേണ്ടതില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വേദി മാറ്റുന്നത്. ആ പരിപാടി മറ്റൊരു സ്ഥലത്ത് നിർദ്ദേശ രീതിയിൽ നടക്കുന്നത്. ഈ ചടങ്ങ് മാറ്റുന്നതായി രാജ്ഭവനെ അറിയിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. 5-ാം തീയതി രാവിലെയാണ് ഈ കാര്യം അറിയിക്കുന്നത്. രാവിലെ കത്ത് നൽകുന്നു. രാത്രി തന്നെ ഫോണിലൂടെ ഇക്കാര്യം അറിയിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള കത്ത് കൊടുക്കുന്നത് അപ്പോഴാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 5-ാം തീയതി കൃഷിവകുപ്പ് ഓഫീസിൽ നിന്ന് ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിക്ക് കൃഷിവകുപ്പിന്റെ ഓഫീസിൽ നിന്നാണ് കൃഷിമന്ത്രിയുടെ ഈ കത്ത് കൊടുക്കുന്നത്. ഇതിൽ കേരള സർക്കാരിന് ഈ പരിപാടികൾ നടത്തുന്നതിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ചില പരിപാടികളിലൊക്കെ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ നടത്തുന്നത്. എന്നാൽ വിളക്ക് കൊളുത്താത്ത മന്ത്രിമാരും നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. വിളക്ക് കൊളുത്താത്ത മന്ത്രിമാരെ കുറിച്ച് മുൻ സർക്കാരിന്റെ കാലത്താണ്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ല. അപ്പോൾ വിളക്ക് കൊളുത്താത്ത മന്ത്രിമാരെ കുറിച്ചൊക്കെയുള്ള വാദങ്ങളും അങ്ങനെയുള്ള വാർത്തകളും ഒക്കെ നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയവുമാണ്. അപ്പോൾ പ്രഖ്യാപിതമായ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ താങ്കൾ നേരത്തെ പറഞ്ഞ വാദങ്ങളോട് ഞാൻ യോജിക്കുന്നു. കാരണം ഭാരതമാതാവിന്റെ രൂപം ഔദ്യോഗികമായി അംഗീകരിച്ച് എവിടെയെങ്കിലും അത് കൃത്യമായി ഒരു ലേഖനം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സർക്കാരിൻ്റെതായി പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തുന്നതിനായിട്ടുള്ള കാര്യക്രമം അതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ സർക്കാരിനുണ്ടോ? ആ പ്രോട്ടോകോളിൽ എന്ത് മാറ്റമാണ് വരുത്താൻ ഗവർണർ നിർദ്ദേശിച്ചത്? അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചാണ് കൃഷിമന്ത്രി പറയേണ്ടത്. പക്ഷേ കൃഷിമന്ത്രി കൊടുത്ത കത്തിൽ അഡീഷണൽ സെക്രട്ടറിക്ക് കൊടുത്തത്, ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിക്ക് കൊടുത്ത കൃഷിവകുപ്പ് ഓഫീസിൽ നിന്നുള്ള കത്തിൽ അതിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നോ അങ്ങനെയുള്ള ഒരു കണക്കും പറയുന്നില്ല. ഇതിൽ പറയുന്ന കാര്യം കേരള സർക്കാരിന്റെ പരിപാടികൾ നടത്തുന്ന പ്രോട്ടോകോൾ അനുസരിച്ചല്ല ഈ പരിപാടി എന്നാണ്. അപ്പോൾ ആ പ്രോട്ടോകോൾ എന്താണെന്ന് ഗവർണർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഈ നിമിഷം വരെ P പ്രസാദ് പറയട്ടെ, കൃഷിമന്ത്രി P പ്രസാദ് പറയട്ടെ, അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയട്ടെ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ആധികാരികമായി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. അദ്ദേഹം ഒരു വ്യക്തത വരുത്തട്ടെ. സർക്കാരിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പരിപാടിയല്ല രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടിയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ ഒരു മറുപടി വരില്ലെന്നേ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മറുപടി വരില്ല. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ CPIയുടെ വകുപ്പായ കൃഷി വകുപ്പിന്റെ കൃഷിമന്ത്രിയുടെ തീരുമാനം നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ 5-ാം തീയതിയിലെ ഈ വിവാദം 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴും മുഖ്യമന്ത്രി അതിൽ മറുപടി പറയാതെ മാറി നിൽക്കുന്ന ഒരാളല്ല. പിണറായി വിജയന്റെ ശൈലി എന്താണെന്ന് നമുക്കറിയാം. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് മന്ത്രിമാരുടെ ശൈലി എന്താണെന്ന് നമുക്കറിയാം. അവരാരും പറയുന്നില്ല. P രാജീവ് പോലും വളരെ മൃദുവായ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പം അല്ലെങ്കിൽ CPIയും CPMനും വ്യത്യസ്ത നിലപാടില്ല എന്നൊക്കെ പറഞ്ഞ് MV ഗോവിന്ദൻ ആ പ്രശ്നത്തെ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷത്തൈ നടുന്നതടക്കമുള്ള ചടങ്ങുകളിലേക്ക് CPIഎമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തേണ്ടതാണല്ലോ. P പ്രസാദിന്റെ വീടിന് നേരെ ഉണ്ടായ ചാരുമുട്ടിലെ പ്രതിഷേധ പരിപാടിയെ എതിർക്കാനായി CPIയുടെ കൊടി മാത്രമേ കണ്ടുള്ളല്ലോ. CPIഎമ്മുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു മുന്നണിയായി പോകുമ്പോൾ ഒരു മുന്നണി സംവിധാനം ഭരിക്കുന്ന സർക്കാരാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇവരാരും വരുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭരണഘടനാ വിരുദ്ധത എന്താണ് എന്ന് പറഞ്ഞാൽ ഈ പടം മാറ്റാം. അതാണ് ഗവർണറുടെ നിലപാട്. ഭരണഘടനാ വിരുദ്ധത എന്താണ് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കട്ടെ. ഇത് നിങ്ങൾ ചെയ്ത കാര്യം, ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ. സർക്കാരിന് കൃത്യമായി നല്ല നിയമോപദേശകരുണ്ട്. അപ്പോൾ അങ്ങനെ DGP അടക്കമുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നിയമോപദേശം തേടാം. മറ്റു വിഷയങ്ങളിലൊക്കെ മിനിറ്റിന് നിയമോപദേശം തേടുന്നതാണല്ലോ നിയമമന്ത്രി P രാജീവ്. അങ്ങനെ ഒരു നിയമോപദേശം തേടിയതായി ഈ നിമിഷം വരെ ഞാൻ ഒരിടത്തും കണ്ടില്ല. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അങ്ങനെ ഒരു നിയമോപദേശം തേടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം താങ്കൾ പറഞ്ഞതുപോലെ ഭൂപടത്തിന്റെ കാര്യത്തിൽ, കൊടിയുടെ കാര്യത്തിൽ, ഭരണഘടനാപരമായി അംഗീകരിക്കാത്ത ഒരു ചിത്രത്തിന്റെ കാര്യത്തിൽ അതൊക്കെ സർക്കാരിന് കൃത്യമായി അവിടെ അറിയിക്കാം. അങ്ങനെയുള്ള ഒരു അറിയിപ്പും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. ഈ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം, മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ സർക്കാരിനുള്ള പ്രോട്ടോകോൾ എന്താണെന്നുള്ളതാണ് ഗവർണർ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭരണഘടനാ വിരുദ്ധത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ പടം മാറ്റാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ചൂണ്ടിക്കാട്ടാനില്ല. മാത്രമല്ല ഗവർണർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ആ രാജ്ഭവനിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുമ്പോൾ അവിടുത്തെ ഹാളിൽ ആ ചിത്രം വയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അത് 2 ആഴ്ച മുൻപ് വെച്ചോ 2 മാസം മുൻപ് വെച്ചോ എന്നുള്ളതല്ല. വെച്ചയിടത്ത് ആ ചിത്രം അത് ഭാരതമാതാവിന്റെ ചിത്രമാണ്, അത് അവിടെ ഇരിക്കും എന്നതാണ് ഗവർണറുടെ ഇപ്പോഴത്തെ നിലപാട്.
ഇനി ഇവിടെ CPIയുടെ സ്റ്റാൻഡിലേക്ക് വരാം. CPI ഇവിടെ CPIM-നേക്കാൾ വലിയ മതേതരത്വത്തിന്റെ ചാമ്പ്യനാകാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നു, ഞങ്ങൾ മാത്രമാണ് ഗവർണറുടെ അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഫാസിസത്തിനെതിരെ ഒക്കെ നിലപാടെടുക്കുന്നത്. അപ്പോൾ ഫാസിസ്റ്റ് സർക്കാരാണോ നരേന്ദ്രമോദിയുടേതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി അടക്കം കൊടുക്കുന്ന മറുപടി എന്താണ് എന്നുള്ളതൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ ഫാസിസ്റ്റ് ഇന്ത്യയിലല്ല ജീവിക്കുന്നത് എന്ന ബോധ്യമുള്ള ഒരു സർക്കാരാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്നതിൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ CPM-ഉം CPI-യും തമ്മിലുള്ള ആരാണ് വലിയവൻ എന്നുള്ള ഒരു ഡോമിനേഷൻ ഗെയിമിൽ മുന്നിലെത്താൻ വേണ്ടി CPI ശ്രമിക്കുന്നതാണ് ഇന്നത്തെ പ്രതിഷേധത്തിലൂടെ നമ്മൾ കാണുന്നത്. ഈ പ്രതിഷേധം എന്തായാലും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വിഷയം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഗവർണറും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും, മുഖ്യമന്ത്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രിയും ഗവർണറും ഈ പ്രശ്നം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടുപേർക്കും പ്രതികരിക്കാനുള്ള സമയമുണ്ട്. 48 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് ഈ പരിപാടി നടന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അവർ ഈ വിഷയം വഷളാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണർക്കെതിരെ CPIയുടെ MP P സന്തോഷ് കുമാർ കൊടുത്ത പരാതിയിൽ CPIയുടെ പ്രതിഷേധത്തിൽ ഈ വിഷയം അവസാനിക്കുകയാണ്. പ്രത്യക്ഷ ഏറ്റുമുട്ടലിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് കടക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്. ഇന്നും ഗവർണർ മറ്റൊരു പരിപാടിയിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി. ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി വിജ്ഞാൻ ഭാരതി സംഘടിപ്പിച്ച കേരളം അറ്റ് 2047 എന്ന സെഷനിലാണ് മുഖ്യാതിഥിയായി ഗവർണർ പങ്കെടുത്തത്. അവിടെയും ഭാരതമാതാവിന്റെ ചിത്രമുണ്ടായിരുന്നു. അതിന് മുന്നിൽ വിളക്ക് കൊളുത്തി ഗവർണർ പങ്കെടുക്കുകയാണ്. രാജ്ഭവനിലെ ചിത്രവും അതേപടി തന്നെ തുടരുകയുമാണ്. ഇവിടെ CPIയുടെ പ്രതിഷേധത്തിൽ നേരത്തെ മാഡം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഭാരത് മാതാ കി ജയ്. അത് വിളിക്കാനായിട്ട് CPI തയ്യാറാകുന്നു. അങ്ങനെ ഒരു പ്രതിഷേധം CPI നടത്തുന്നു. അതിലേക്ക് നയിച്ച ഗവർണറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ CPIയുടെ കൃഷി വകുപ്പിന്റെ കൃഷിമന്ത്രി അവിടെ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ അതുകൂടി ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ CPIയിൽ നിന്ന് നമുക്ക് ഭാരത് മാതാ കി ജയ് വിളി കേൾക്കാൻ കഴിയുമായിരുന്നു. കേരളം അത് കേട്ട് കോരിത്തരിച്ച് നിൽക്കുകയാണ് മാഡം. അപ്പോൾ ആ ഒരു സന്തോഷം കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. ലോകമെമ്പാടും ആ മുദ്രാവാക്യം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗമായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അദ്ദേഹം വിശ്വം മുഴുവൻ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുദ്രാവാക്യം വിളിയിലൂടെ. എന്തായാലും തൃശ്ശൂരിലെ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുറ്റത്ത് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന ബിനോയ് വിശ്വം വിളിക്കുകയും ബാക്കിയുള്ളവർ ഏറ്റു പറയുകയും മന്ത്രി P രാജനും അതുപോലെ തന്നെ നമ്മുടെ VS സുനിൽകുമാറും എല്ലാവരും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്തൊരഴകായിരുന്നു. ആ സിനിമാ പാട്ട് പോലെ എന്തൊരു ചേലാണ് എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ തോന്നുന്ന നല്ലൊരു ദൃശ്യമായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ കണ്ടത്. ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിടിക്കേണ്ടത് ദേശീയ പതാക ഏന്തിയ ഭാരതാംബ എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ ദേശീയ പതാക ഏന്തിയ ഭാരതാംബയെ ആ ചിത്രത്തെ അവിടെ വെക്കാൻ ഗവർണർ തയ്യാറായിരുന്നു. എന്നാൽ ആ ചിത്രം വെച്ചാലും പരിപാടി നടത്താൻ പറ്റില്ല എന്ന നിലപാടെടുത്തത് P പ്രസാദാണ്. ആ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആകേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണെങ്കിൽ ഗവർണർ പ്രതികരിക്കും, അല്ലാതെ ഗവർണറായി ആദ്യം പ്രതികരിക്കാൻ പോകുന്നില്ല എന്നതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പോൾ ഇന്ത്യൻ സൈന്യം വിളിക്കുന്ന, BJP വിളിക്കുന്ന, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് വിളിച്ച ബിനോയ് വിശ്വമാണ് ഇന്നത്തെ ഹീറോ. അദ്ദേഹത്തിന് എല്ലാ അഭിവാദ്യങ്ങളും. ഭാരത് മാതാ കി ജയ് എന്ന് അദ്ദേഹം ഇനിയും വിളിച്ചുകൊണ്ടിരിക്കട്ടെ. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ടീമിനെ ഇന്ന് CPIയിലൂടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പതാക ഉയർത്തിയതും മുദ്രാവാക്യം വിളിച്ചതുമൊക്കെ നന്നായി. കമ്മ്യൂണിസ്റ്റുകൾ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. അദാനി കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സുഹൃത്താകുന്നു. OICയും മനീഷ് തിവാരിയും സൽമാൻ ഖുർഷിദും ശശി തരൂരും ഒക്കെ രാജ്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ പോയി ലോകവേദികളിൽ അടക്കം സംസാരിക്കുന്നു. അങ്ങനെ മാറ്റത്തിന്റെ പാതയിൽ CPI സഞ്ചരിക്കുകയാണ്. CPIM-ഉം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആ ഒരു കിനാശേരിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. എന്തായാലും P രാജീവ് ഇക്കാര്യത്തിൽ പറഞ്ഞ ആ പ്രതികരണം അത് വളരെ മാതൃകാപരമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഭൂപടത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. 1947 ഓഗസ്റ്റ് 15 മുൻപും ഭാരതം ഉണ്ടായിരുന്നല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അതിനു മുൻപുണ്ടായിരുന്ന ഭാരതാംബയുടെ ചിത്രമാണ് അല്ലെങ്കിൽ ഭാരതാംബയുടെ പശ്ചാത്തലത്തിലെ ഭൂപടമാണ് എന്നത് നേരത്തെ തന്നെ പലതവണ വിശദീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് 1947 ഓഗസ്റ്റ് 15 ഭാരതം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ അവരെ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അവരുടെ വിവരക്കേടെന്ന് കരുതി നമുക്കത് ക്ഷമിക്കാം. 1947 മുമ്പുള്ള ഭാരതത്തിന്റെ ഭൂപടമാണോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്? ആണോ? ജിയോളജിക്കൽ സർവേ ഞാൻ പറഞ്ഞത് ഭാരതാംബയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂപടത്തെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഭാരതാംബയുടെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഭൂപടം നിങ്ങൾക്ക് പ്രശ്നമാകുന്നത് ഭാരതാംബയുടെ ആ ചിത്രം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അതിനു മുമ്പേ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു. പാകിസ്ഥാനോ പലതും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഭാരതത്തിലാണോ?
ചില പാകിസ്ഥാനികൾ ഭാരതത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വാഭാവികം. രാജേന്ദ്ര ആർലേക്കർ ഉദ്ദേശിച്ചാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. രാജേന്ദ്ര ആർലേക്കറാണ് പാകിസ്ഥാനെ ഭാരതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന, ചൈനയ്ക്ക് വേണ്ടി വാദിക്കുന്ന, അഫ്ഗാനിസ്ഥാന് വേണ്ടി വാദിക്കുന്ന, ബംഗ്ലാദേശിന് വേണ്ടി വാദിക്കുന്ന, ഇന്ത്യയിൽ താമസിക്കുന്ന ചിലരുണ്ട്. നമുക്ക് മാറ്റാൻ കഴിയില്ല. ജാതീയ ഗുണം തൂത്താൽ കളയാൻ രണ്ട് കഴിയില്ല. കാര്യങ്ങൾ. ഇതിൽ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞത് ഞാനല്ല. പാകിസ്ഥാന്റെ പതാക, പാകിസ്ഥാന്റെ ഭൂപടം വെച്ചിരിക്കുന്നത്, പാകിസ്ഥാന്റെ ഭാഗമായ പ്രദേശങ്ങൾ വെച്ചിരിക്കുന്നത് രാജേന്ദ്ര ഈ ആർലേക്കർ. ചിത്രം 1947 ശേഷമുള്ള ഭാരതാംബയല്ല. അതിനു മുൻപ് ഭാരതാംബ ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി വെക്കേണ്ട ഭാരതത്തിന്റെ ഭൂപടമാണെങ്കിൽ ഭഗവത് ധ്വജം എന്ന വാദം പൊളിഞ്ഞപ്പോൾ ഭൂപടവുമായി മാത്രവുമല്ല ഭാരതാംബ സാരി പരമാർത്ഥങ്ങളും കൊണ്ട് നിറയുകയാണ്. അല്ലല്ല, ഭാരതാംബയെ ഇനിയിപ്പോൾ പൂർണ്ണമായും അങ്ങ് മൂടുന്ന വസ്ത്രം ധരിച്ചാലേ ഭാരതാംബയാവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു പേര് വിളിക്കണം എന്നൊക്കെ ആയിരിക്കാം. എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകും. എന്റെ വളരെ ലളിതമായ ചോദ്യമാണ്. നമ്മളുടെ രാജ്യത്ത് രാജ്ഭവൻ പോലെ ഔദ്യോഗികമായ ഒരു സ്ഥലത്ത് വെക്കേണ്ട, സൂചിപ്പിക്കേണ്ട ഭൂപടം ഏതിൻ്റെതാണ്? അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാശ്മീരുള്ള ഭൂപടമാണോ? കാശ്മീർ എവിടെയാണ് ഭൂപടത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭൂപടം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊരു പശ്ചാത്തലം മാത്രമാണ്, അതൊരു ഭൂപടത്തിന്റെ ചിത്രമല്ല. പശ്ചാത്തലം മാത്രമാണ്. അല്ലല്ല, കശ്മീരില്ലാത്ത പശ്ചാത്തലം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അത് ആ ചിത്രത്തിന്റെ പശ്ചാത്തലം മാത്രമാണ്. അതിനുത്തരവില്ല. ഭഗവത് ധ്വജമായിരുന്നല്ലോ പ്രശ്നം. അപ്പൊ ഭൂപടത്തിന്റെ കാര്യത്തിൽ ഉത്തരവില്ലേ? 2, മാ തേരെ വതൻ ഭാരത് കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയ ആളുടെ പേരെന്താ? ഹസിമുള്ള ഖാൻ. ഹസിമുല്ല ഖാൻ ഏത് സംഘപരിവാറുകാരൻ? സംഘപരിവാറുകാരാണോ? അപ്പോൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തോട് താല്പര്യം താങ്കൾ പിണറായി ഇനി ഒന്നുകൂടി ഈ ഭാരത് മാതാ കി ജയ് വിളിച്ച് ജയിലിൽ പോയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ സംഘപരിവാറുകാരന്റെ പേര് പറയൂ. ഗവർണറുടെ വെല്ലുവിളിയോ എന്നതാണ് ചോദ്യം. യെസ് എന്ന് 2 പേർ, നോ എന്നൊരാൾ. Meet the editors.